ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും ക്ലാസ്സിൽ പോയി. ഇനിയിപ്പോൾ നാളെ വീണ്ടും ഒരു അവധിയാണ്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഒരു ദിവസം പോയാൽ അടുത്ത ദിവസം അവധി, അങ്ങനെയായിപ്പോയി ഇപ്പോൾ കേട്ടോ. പിന്നെ വർഷക്കാലം കഴിഞ്ഞാൽ ഓക്കെ ആവുമായിരിക്കും. പിന്നെ ഇപ്പം നാളെ അതിൻ്റേതായ ഒരു മുടക്കിൻ്റെ ദിവസമാണ്. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മളുടെ പിള്ളേർസൊക്കെ പോയതിന് ശേഷം ചാക്കോച്ചനെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നോളും. ഇല്ലെങ്കിൽ അവനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകണം. അതാണ് അവൻ്റെ മെയിൻ സംഭവം. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പറയാറില്ല അവിടെ ഒരു തുണ്ട് വെള്ളം കെട്ടിക്കിടക്കേണ്ടത്, അവിടെ ഇങ്ങനെ ചാടലാണ് അവൻ്റെ മെയിൻ പണി കേട്ടോ. അങ്ങനെ ഡാഡി രാവിലെ പാച്ചുവിനെയും കൊണ്ട് പോയിട്ടുണ്ട്, ഡോൺ തോമോനെയും കൊണ്ട് പോയി. അങ്ങനെ രാവിലെ സജീവമായി. അപ്പോൾ ഇന്ന് എന്തുട്ടായിരുന്നു ഇന്ന് രാവിലെ ഞാൻ മറന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാനത് കഴിക്കുമ്പോൾ ഓർക്കും. അപ്പോൾ ഞാൻ പറയാം കേട്ടോ, കാരണം രാത്രി ആകുമ്പോഴേക്കും നമ്മളത് മറന്നു പോകുമല്ലോ എന്താണ് ഏതാണെന്നുള്ളത്. അങ്ങനെ നമ്മുടെ നടയിൽ മാതാവിൻ്റെ അടുത്തൊരു തിരിയൊക്കെ കത്തിച്ച്, അപ്പോൾ ഈ തിരി നമ്മളുടെ നടയിൽ കത്തിക്കേണ്ടായിരുന്ന തിരി കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോൾ നേരെ ചട്ടിത്തിരി മാറ്റി, ഇത് ചട്ടിയിലുള്ളത് മാറ്റി ഇത് അതിനകത്ത് കുത്തി വെച്ചതാണ്. ഇന്ന് ഉപ്പുമാവായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഉപ്പുമാവും പഴമായിരുന്നു, റോബസ്റ്റ് പഴമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അത് പിന്നെ ഞാൻ അവസാനമല്ലേ കഴിക്കാറ്. അപ്പോഴേക്കും ഡാഡി പച്ചമുളകും പിന്നെ മുട്ടയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുണികൾ എടുത്ത് മടക്കാൻ വെച്ച് നോക്കിയപ്പോൾ അങ്ങോട്ട് മുഴുവൻ ഉഷാറായിട്ട് അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെ, ഇന്ന് എന്തായാലും വേറെ തുണികളൊന്നും എടുത്തിടാനൊന്നുമില്ല. അപ്പോൾ ഡിവൈൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തുണികൾ കൊണ്ടുവന്നിട്ടു. അപ്പോൾ എൻ്റെ നൈറ്റികളായിരുന്നു ഇന്ന് അധിക ഭാഗം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുട്ടി സാധനങ്ങളൊക്കെ ഞാൻ വാഷ് ചെയ്ത് നൈറ്റികൾ അങ്ങോട്ട് മാറ്റിയിട്ടു. അതിപ്പോൾ അത്യാവശ്യമുള്ളതല്ലോ, പിന്നെ ഉണങ്ങി കിട്ടാനും പാടല്ലേ. അപ്പോൾ ഡിവൈൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്യാനായിട്ട് നിന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പുതിയ പൗഡർ, മറ്റേ ലിക്വിഡ് വാഷ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇപ്പോഴാണ് ഇവർ പോണത് കേട്ടോ. ഞാനത് നേരത്തെ വിട്ടുപോയതാണ്. അപ്പോൾ തുള്ളിച്ചാടി പോണുണ്ടോ പാച്ചു. അപ്പോൾ ആദ്യമൊക്കെ പാച്ചുവിന് ഒരു സങ്കടമായിരുന്നു, തോമൂല്ലാത്തതിൻ്റെ സങ്കടമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. രണ്ടാൾ രണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമാണ്. അവനും റീമോൾ മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തോമു അതെ റീമോൾ മാമിൻ്റെ ക്ലാസ്സിലായിരുന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പോകാനായിട്ട്. സെയിമാണ് പാച്ചുവിനും കേട്ടോ. അപ്പോൾ അങ്ങനെ പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിൽ എന്തോ അവൻ ഒരു ചെറിയൊരു കരച്ചിൽ കാണിച്ചു. അത് തോമൂല്ലാത്തതിൻ്റെ ആയിരിക്കണം. അങ്ങനെ കുട്ടികളെയൊക്കെ യാത്രയാക്കാനായിട്ട് നിന്നു. പിന്നെ ഇന്ന് രാവിലെ വലിയ കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. വലിയ വെയിലില്ലെങ്കിൽ പോലും മഴ അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പാപ്പനും മോനും കൂടി പോയി. അത് കഴിഞ്ഞ് പിള്ളേർസ് ചാക്കോച്ചിനെയും കൊണ്ട് അകത്ത് കയറി. പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയും ചാക്കോച്ചിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പന്തിയിലും ഇരിക്കും. ഞങ്ങൾ കളിയാക്കൂട്ടോ, എല്ലാ പന്തിയിലും ഇരിക്കും മൂപ്പര്. എല്ലാവരുടെയും കൂടെ ഇരിക്കും. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒരേ പിടി വാങ്ങി വായയിലിടും. അങ്ങനെയാണ് അവൻ്റെ എന്താ പറയുക, എല്ലാവരുടെ അടുത്തും ഓടി നടക്കുന്ന ഒരു ചെല്ലക്കുട്ടി എന്നൊക്കെ പറയില്ലേ, അതാണ് അവൻ. അപ്പം ഞാൻ പറയുകയും ചെയ്തു, ഇവനാണ് എല്ലാവരുടെയും സ്നേഹം കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. കാരണം തോമു ഉണ്ടായ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പാച്ചു വന്നു. പിന്നെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും പാച്ചുവിന് പിന്നെ ഇതുപോലെ അങ്ങോട്ട് തുറന്ന് വിടാനുള്ളൊരു ഇത് നമുക്കുണ്ടായിരുന്നില്ല. പിടിച്ച് വെച്ചെല്ലാം ചെയ്തിരുന്നത്. പിന്നെ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ ഇവനാണ് എല്ലാം കൊണ്ടും എന്താ പറയുക തുള്ളിച്ചാടി നടക്കുന്ന ഒരു ആൾ കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു കഴിച്ചിട്ട് സാധനങ്ങൾ വെക്കണേലും ഇപ്പോൾ കഴിച്ചിട്ട് ഇരിക്കും മമ്മി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായില്ല. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാതിരുന്നതാണ്. അപ്പോൾ ചാക്കോച്ചൻ വന്ന് നേരെ ഓപ്പോസിറ്റ് ഇരുന്നു. അപ്പോൾ അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് റോബസ്റ്റ് പഴം എന്നുള്ളത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ മമ്മിയുടെ പഴവും കൂടി കൊടുത്ത് അത് കഴിച്ച് അത് കഴിഞ്ഞ് ഡാഡി വന്നതിന് ശേഷം ഈ സമയത്ത് സാധാരണ ഞാനിത് കാണിക്കാറില്ല, പക്ഷേ ഇത് അവിചാരിതമായിട്ട് വന്നതാണ്. അപ്പോൾ പുഴുങ്ങിയ മുട്ട കഴിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാല്, മുട്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രായമാകുമ്പോൾ നമ്മളൊക്കെ കഴിക്കുന്ന കുറച്ച് സാധനങ്ങൾ, സാലഡ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ മിക്കവാറും എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റാറില്ലെങ്കിലും മാക്സിമം ഒരുവിധം എല്ലാതും നിങ്ങളെ കാണിക്കാറുണ്ട് ഞാൻ കേട്ടോ, അല്ലെങ്കിൽ പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ നോക്കി ഞങ്ങൾ ഇവൻ്റെ ഒരു അനക്കവും കാണാണ്ടായപ്പോൾ ജസ്റ്റ് വന്ന് നോക്കിയപ്പോൾ ഇവൻ ചെയ്യണ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന് കയറിയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ചാടുകയാണ്. അപ്പോൾ നമുക്ക് സംഭവം പേടിയാവുമെങ്കിലും ആൾ ഭയങ്കര സേഫായിട്ടാണ് കേട്ടോ. അപ്പോൾ ഡിംപിളെന്തേ പേടിപ്പിച്ചപ്പോൾ അവൻ ചാടിയതാണ് ഇപ്പോൾ ഈ കണ്ടത്. അപ്പം ഞങ്ങൾ പറയും പേടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വീഴുമ്പോൾ
അത് സ്ഥാനം തെറ്റിപ്പോകുമെന്ന് പറയും. ഇവർക്ക് ഇതിനെ ഇവൾക്കും ഡിമ്പിളിനും ചാക്കോച്ചനും ഫുൾ ടൈം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കടിച്ച് നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം, തോണ്ടി നിൽക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നാൾ ഡിമ്പിളുടെയും ചെറുപ്പത്തിലത്തെ ഫോട്ടോ അതേപോലെ ചാക്കോച്ചൻ്റെ മുടി രണ്ടും കെട്ടിയിട്ട് ഫോട്ടോ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു സെയിം ഡിമ്പിളുടെ പോലെ തന്നെയാണെന്നുള്ളത് കേട്ടോ. അങ്ങനെ അവൻ്റെ നേരായപ്പോൾ കാല് നീട്ടി വന്നിരിക്കുക നമ്മുടെ ഭക്ഷണം കഴിക്കാനായിട്ട്. അവനെ ഞാൻ പറയും നോക്കാനായിട്ട് നല്ല സുഖം. അപ്പോൾ അക്കിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഈ അക്കിയുടെ അവിടെ നിന്ന് വസന്തീച്ചിയുടെ കയ്യിൽ നിന്നാണ് ഈ കാല് നീട്ടിയിരുന്ന് ചോറുണ്ണാൻ പഠിച്ചത് കേട്ടോ അവൻ. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് കൊടുത്താലും അവനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും എന്താണ് എങ്ങനെയാണ്. ഇഷ്ടമായെങ്കിൽ രണ്ടാമത് കഴിക്കും, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയും. അങ്ങനെയാണ്. മറ്റൊരു രണ്ടുപേരും പാച്ചു പിന്നെയും എന്തെങ്കിലുമൊക്കെ തോമു അങ്ങനത്തെ ഒരു കാര്യങ്ങളും നോക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ പറയും തോമു ഓച്ചുവിൻ്റെ പോലെയാന്ന് പറയും. ഓച്ചു അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല, ഇങ്ങനെ മണത്തൊക്കെ നോക്കിയിട്ടാണ് കഴിക്കുക കേട്ടോ. അങ്ങനെ അപ്പയും തോമും കൂടി വന്നു. അപ്പോൾ തോമു വന്ന വഴിക്ക് ഷൂ ഊരാണ്. അപ്പോൾ ഇന്ന് അവർക്ക് വൈറ്റ് ഡേ ആയിരുന്നു കേട്ടോ. വൈറ്റ് ആൻഡ് വൈറ്റാണ് അവർ വൈറ്റ് ഡ്രസ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഫുൾ വൈറ്റ് ആയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ ഡിവൈൻ ഇങ്ങനെ വൈറ്റിൽ ബ്ലൂ ഇങ്ങനെ പ്രിൻ്റുള്ള ഒരു ഷർട്ടാണ് കേട്ടോ ഇടിച്ചത്. അപ്പോൾ അങ്ങനെ മിടുക്കനായിട്ട് പോയിട്ട് വന്നു. അവനും അതെ ഈ പറഞ്ഞ പോലെ ബാവൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പോവാനും വരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളായാലും അതെ ഒക്കെ വന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മോരുകറിയും ബീഫും കായും, നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഫേവറേറ്റ് ബീഫും കായും ഉണ്ടല്ലോ, ബീഫും കായായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡോണ ഇങ്ങനെ ചപ്പാപ്പളത്തെ കറി കൂട്ടിയിട്ടാണ് അധിക ഭാഗം കഴിക്കാൻ അവനിഷ്ടം. അങ്ങനെ തോമു വന്നു കയറി അവൻ മുകളിലേക്ക് പോയി. പിന്നെ ഇനി ഒരു പ്രശ്നമില്ല, അവിടെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. അങ്ങനെയാണ് രണ്ടാളും കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഗ്യാപ്പിൽ തന്നെയാണ് ഡിവൈനും ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ഒരുവിധം നമ്മളുടെ വീട്ടിലത്തെ എല്ലാ എങ്ങനെയാണ് എന്താണെന്ന് ഒക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മളെ കാണുന്നവരും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്നവരൊക്കെ നമ്മളെക്കാൾ കൂടുതലായിട്ട് ഇതിപ്പോൾ ഈ സമയമല്ലേ നിങ്ങളത് ചെയ്തു, അല്ലെങ്കിൽ കുട്ടികൾ ഉറങ്ങുന്ന സമയമല്ലേ, അല്ലെങ്കിൽ കുട്ടികൾ എണീറ്റ് കളിക്കുന്ന സമയമല്ലേ എന്നൊക്കെ അവർ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ വീട്ടിലത്തെ കുട്ടികൾ തന്നെയാണ് ഇവർ, ഞങ്ങളുടെ വീട്ടിലത്തെ ആൻറ്റി ആയിട്ട് തന്നെയാണ് തോന്നാറ്. അപ്പോൾ എന്നെ പലരും ഇങ്ങനെ ഇപ്പോൾ ഓരോ ഫംഗ്ഷൻ വെച്ച് കാണുമ്പോൾ ഒരു പരിചയക്കുറവും കാണിക്കാണ്ട് ഓടി വരുമ്പോൾ ആൻറ്റി എന്ന് വിളിച്ച് വരുമ്പോൾ ഞാനൊന്നും ആലോചിക്കും ഞാൻ എവിടെ ഇവരെ കണ്ടേക്കണമെന്ന്. അപ്പോൾ അവർ തന്നെ പറയും ആൻറ്റിക്ക് ഞങ്ങളെ അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ആൻറ്റി അറിയാം, ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സാന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറേ പേരുണ്ട്. നമ്മൾ ഒരു 10 ആൾ കൂടുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ഒരാളെങ്കിലും നമ്മളുടെ അടുത്ത് ഓടി സന്തോഷമായിട്ട് വന്ന് പിടിക്കണവരുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു കാലത്ത് ആരുമില്ല എന്ന് തോന്നിയ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അത് വിട്ട് ഇപ്പോൾ ആരൊക്കെയോ നമുക്കുണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു നല്ലൊരു സുഖമായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാച്ചുട്ടൻ വന്നപ്പോൾ ഫോൺ കൊടുത്തിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഫോൺ എടുത്തു. അവൻ നോക്കുമ്പോൾ അവൻ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ നിന്ന് ആ ഫോണിലേക്ക് ബെല്ലടിക്കും. എന്നിട്ട് അത് എടുത്തിട്ട് അവൻ തന്നെ സംസാരിക്കുമ്പോൾ അതിൻ്റെ എക്കോ മറ്റേ ഫോണിൽ നിന്ന് കേൾക്കുമല്ലോ. ഇതൊക്കെയാണ് മൂപ്പരുടെ മെയിൻ പണി. കുറേ ദിവസങ്ങളായിട്ട് അവന് ഫോൺ കിട്ടാത്തതിൻ്റെ ആ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഞാൻ പറയും ഇടയ്ക്കൊന്ന് കൊടുത്തോളൂ, കാരണം അവൻ അതിങ്ങനെ കാണുകയല്ല ചെയ്യണം, അവനതിൽ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യണം. അപ്പോൾ അത് നല്ലതല്ലേ, നമ്മളത് നിരുത്സാഹപ്പെടുത്താൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ രസം ഉണ്ടായിരുന്നു ഇന്നലത്തെ, ബാക്കിയിൽ രസവും ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു. ഇന്ന് ഫ്രഷായിട്ട് വെച്ചിട്ടുള്ളതാണ് മോരുകറിയും പിന്നെ നമ്മളുടെ ബീഫും കായും. രാത്രിയിലേക്ക് ചെമ്മീൻ കറി ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇഡലിക്കും ദോശയ്ക്കുള്ള മാവിന് ഉള്ളത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ച തിരിഞ്ഞിപ്പോൾ രാത്രിയാവാൻ കാത്തിക്കാറില്ല, സന്ധ്യ നേരമാകുമ്പോൾ അത് അരച്ച് മാറ്റി വയ്ക്കാറ് പതിവ് കേട്ടോ. അങ്ങനെ പിള്ളേർച്ചിൻ്റെ ചോറും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മോരുകറി, കുറച്ച് രസം, ബീഫിൻ്റെ ബാക്കി, ചിക്കൻ്റെ ബാക്കി, ബീഫ് ഒരു ഫ്രഷാണ്, ചിക്കൻ്റെ ഉണ്ടായിരുന്നു. ഇവർ ഈ കഴുത്ത് നട്ട് ബോൾട്ട് ഇതൊന്നും പിള്ളേർ കഴിക്കില്ല, ഞാനും ഡോണും മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വേറെ വെക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ സംഭവം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് അത് കുടിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ പിന്നാലെ, പ്രത്യേകിച്ച് ബീഫൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നാലെ ഞാൻ വയറ് ലൂസാവാനുള്ള എന്തെങ്കിലും കഴിക്കും കേട്ടോ. സംഭവം 2 കഷ്ണമായാലും ആ 2 കഷ്ണം അത് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടാണ് ഞാൻ ഇരുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് ഓക്കെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് തോരയിടാം. ഇന്ന് എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് കിടക്കാൻ വിചാരിച്ചിട്ടില്ല. കാരണം കിടന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറില്ലേ എണീക്കുമ്പോൾ
ശരിക്കും 7 മണിയാവും എല്ലാ പണികളും ചുറ്റും. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ ഫോട്ടോസ് എടുക്കാനും കണ്ടമാനം പുതിയ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് കുറേ ഓഫറുകളിൽ ഡിസ്കൗണ്ട് സെയിൽ ഇടാനുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടി കുട്ടി പണികളായിട്ട് കുറേ ഉണ്ട്. ഞാൻ വിചാരിച്ചു അതൊക്കെ ഇരുന്ന് ചെയ്യാം. അപ്പോൾ തുണികൾ ഒക്കെ തോരിയിട്ടതിന് ശേഷം അപ്പോൾ ഡിവൈൻ ഇവിടെയൊക്കെ അടിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഉണങ്ങണമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഡാഡി മുട്ട കൊണ്ടുവന്നു, അത് പകർത്തി വെച്ചു. അത് കഴിഞ്ഞ് പച്ചമുളക് അതിപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ കണ്ടില്ല, കുട്ടികൾ കഴുകി വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ മുട്ടയും അതെ അവർ ഇനി ബോക്സിലൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ വെള്ളം ഫിൽറ്ററിൽ ഇടയ്ക്ക് കാണാനില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഞാൻ എപ്പോഴും നിറയ്ക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഇതെന്താ പറ്റിയതെന്ന് നോക്കിയപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ചാക്കോച്ചൻ പോയിട്ട് അപ്പോൾ അതൊക്കെ അത് തുറന്നിടും. ഇത്തിരി നേരത്തെ നോക്കിയപ്പോഴാണ് ഡിമ്പിൾ ചെന്ന് നോക്കിയപ്പോൾ ടാപ്പ് ഇങ്ങനെ തുറന്ന് കിടക്കുക. താഴത്ത് ഞാൻ ഇവിടെ വെറുതെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്, അത് ഫുള്ള് ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഈ വേട്ടയ്ക്ക് പോയിട്ട് വെള്ളം ഇങ്ങനെ തുറക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. അങ്ങനെ എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ പതുക്കെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കണ്ടമാനം ഫോട്ടോസും പിന്നെ സാധനങ്ങൾ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ സ്പീക്കർ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് കൊള്ളി വറുത്തതൊക്കെ എടുത്തിട്ട് ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മിൻസിന്ന് മിനിയും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ സൂചി നൂലും കമ്മലുകൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഒക്കെ പുതിയത് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കത് കാണിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഡിംപ്ലാന്ന് വെച്ചാൽ തെറ്റിയിട്ട് അതിൻ്റെ റേറ്റ് ഇട്ടു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ആ റേറ്റിൽ ഫുൾ അങ്ങോട്ട് കൊടുക്കുക ചെയ്തേട്ടോ. 24 പെയറാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം കൊണ്ട് പോയത്. കാരണം അത് നല്ല ക്വാളിറ്റിയുള്ള ഈ സൂചി നൂലും കമ്മലാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ സാധാരണ ഫാൻസി ടൈപ്പാണ്, പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബാക്കിൽ മൂടിയൊക്കെ ഉള്ളത്. ഇത് കണ്ടമാനം കുട്ടികൾ വാങ്ങിച്ചുള്ളത്. ഇതിപ്പോൾ 2ാമത്തെ ബോക്സാണിത് കേട്ടോ. അപ്പോൾ ഇത് വളരെ വില കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും വളരെ ചെറിയ വിലയായതുകൊണ്ട് തന്നെ ആർക്കും വാങ്ങിക്കാം. ഇത് റോസ്, ഇത് മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഏറ്റവും ചിലവുള്ള ഫാൻസി ഐറ്റത്തിൽ ഏറ്റവും ചിലവുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് കണ്ടാൽ കല്ല് പോലെ തോന്നും, പക്ഷേ കല്ലല്ല, പ്ലാസ്റ്റിക്കാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പിന്ന് വരുന്നത്. അപ്പോൾ നമ്മളുടെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് സാരിക്ക് മാച്ച് ചെയ്തിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ മുമ്പ് ഫുള്ള് കുറേ പോയിരുന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാണ്ടിരിക്കില്ല. ഇത് ആപ്പിൾ, അത് ജസ്റ്റ് ഇങ്ങനെ കാതിൽ കൂടെ ഇങ്ങനെ ഇടുന്ന ഒരു പാറ്റേണാണ്, പിരിയൊന്നുമല്ല കേട്ടോ. അതിൽ 2 കളറാണുള്ളത്, ഒന്ന് ഇത്തിരി കടുപ്പുള്ളതും ഒന്ന് ഇതൊക്കെ ഡിസ്കൗണ്ട് സെയിലിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ റേറ്റല്ല, വളരെ കുറവ് റേറ്റിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഷോപ്പുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്കാണ് ഞങ്ങൾ അധിക ഭാഗം ഇങ്ങനെ കൊടുക്കുക. പക്ഷേ ഞാൻ എപ്പോഴും പറയും, കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാറ്റസ് കാണുന്നവർക്ക് ആദ്യം ഞാനതൊന്ന് പറയും, എന്നിട്ട് ഞാൻ അങ്ങനെ റീസെല്ലിങ്ങിന് കടക്കാർക്ക് കൊടുക്കുള്ളൂ കേട്ടോ. കാരണം നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ കോൺടാക്ട്സുള്ളവരെന്നും കണ്ടിട്ട് അവർക്ക് ഒരു വിലയ്ക്ക് കൊടുത്തിട്ട് അത് ചെറിയ വിലയ്ക്ക് അപ്പുറത്ത് കൊടുക്കുമ്പോൾ എനിക്കതെന്തോ മനസ്താവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതൊക്കെ ഡിസ്കൗണ്ടിലേക്ക് വെച്ചിട്ടുള്ള വളകളാണ്. ഇതല്ല കേട്ടോ, നേരത്തെ സൂചി നൂലും കമ്മലും പിന്നെ ജിമിക്കികൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഞാനത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, വില അടക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലെ ഇത് 2.10 ഉണ്ട് കേട്ടോ. കുറേ പേര് 2.10 വള ചോദിച്ചിട്ട് കിട്ടാത്തതുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ പുതിയത് പ്ലേറ്റ് ചെയ്ത് വന്നതാണ്, മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് 2.10 ഉണ്ട് കേട്ടോ, നല്ല വലിയ വളകളുണ്ട്. അപ്പോൾ 2.10 കിട്ടാത്തവർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഇതിൽ ഈ ഡിസൈനിലുണ്ട്, വെള്ളയിലും ഉണ്ട്, ഇതിൻ്റെ തന്നെ റൂബിയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചോദിച്ചാൽ മതി, ഞാനത് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ സന്ധ്യയായി, പിള്ളേർ കളി തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാട്ട് വെച്ചിട്ടുള്ള കളിയാന്ന്. അപ്പോൾ ദോഷം എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടർക്ക് ഒരു പാട്ടാണെങ്കിൽ അടുത്ത ആൾക്ക് അടുത്ത പാട്ട് വേണം, അങ്ങനെയാണ്. ചാക്കോന് പിന്നെ ഇന്നത് വേണമെന്നൊന്നുമില്ല, ഏത് പന്തിയിലും പോകുമെന്ന് പറഞ്ഞ പോലെ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. അപ്പോൾ പാച്ചുവിൻ്റെ റാപ്പാണെങ്കിൽ തോമുവിന് മറ്റേ ഫാസ്റ്റ് നമ്പേഴ്സ്, അങ്ങനെയാണ് കേട്ടോ ഇവരുടെ ടേസ്റ്റ്. അങ്ങനെ കുറേ നേരം അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നടയിൽ നമ്മളുടെ സന്ധ്യ നേരത്തുള്ള പ്രാർത്ഥനയുടെ സമയം കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാനിത് മെഴുകുതിരി, ഞാൻ പറയാറില്ല, ഇത് കത്തിക്കാൻ കാത്തു നിൽക്കും ഇവർ കിടന്ന് ഊതാൻ എന്നുള്ളത്. അപ്പോൾ കത്തിക്കുമ്പോഴേക്കും ഒരുത്തം വന്നു ഊതാനായിട്ട്. അവനെ എടുക്കണം, ഞാൻ എടുത്തിട്ട് വേണം ഊതാനായിട്ട്. മറ്റവരൊക്കെ താഴ്ത്തും അവിടെ ഇവിടെയൊക്കെ കയറി നിന്നിട്ട് ഊതും കേട്ടോ. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഫോട്ടോയും കാര്യങ്ങളും എടുക്കൽ, ഡാഡി എൻ്റെ കൂടെ ഇരിക്കും. പിന്നെ ഡിംപിളും ഡിംബായിനും കിച്ചണിലാണ്. അപ്പോൾ ഡിവൈൻ ഇന്ന്
ബീട്രൂട്ട് അച്ചാർ ഇട്ടുണ്ട് കേട്ടോ. ഞാനത് എടുക്കാൻ മറന്നു പോയതാണ്. ഡിവൈൻ ഇനി വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നേരിയതായിട്ട് അരിയുക ഡിവൈൻ. അരിയാനായിട്ട് ഭയങ്കര മിടുക്കാം കേട്ടോ. നേരിയതായിട്ട് അരിയും, അതുപോലെ കൊച്ചു കൊച്ചു ക്യൂബ്സായിട്ട്. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനത്തെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ ലുലു എന്നൊക്കെ പോയിട്ട് വരുമ്പോൾ വാങ്ങിക്കും കേട്ടോ. ഫ്രഷായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഡിവൈൻ എന്നോട് കളിയാക്കി പറയും, ഇത് ഞാൻ നന്നാക്കിയതാണ്, ലുലുവിലത്തെ അല്ലാന്ന് തിരിച്ച് പറഞ്ഞോളൂ കേട്ടോ എന്ന് പറയും. കുനുകുനാന്ന് അരിയും കേട്ടോ. അത് ബീൻസായാലും ബീട്രൂട്ടായാലും ഒക്കെ ഇങ്ങനെ കുട്ടി കുട്ടി കഷ്ണമായിട്ട് അരിയും. എനിക്കിതിനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ചോപ്പറിലിട്ടിട്ട് 4 വലി വലിച്ച് കഴിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാം. ഡാഡി എനിക്ക് നന്നാക്കി തരുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ ദേ ദോശമാവ് ഇഡ്ഡലി മാവൊക്കെ അടിച്ചതിന് ശേഷം അപ്പോൾ ഡിവൈനുണ്ട് ഈ പാട്ട് വെച്ചിട്ട് പണിയെടുക്കുന്ന ഒരു പരിപാടി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ അത്. അങ്ങനെ ദേ നമ്മളുടെ പിള്ളേർസ് കളിയാണ്. അപ്പോൾ കോണിയുമെന്ന് അവിടെയല്ല ഇവിടെയല്ലാണ്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ വഴക്ക് പറയും. കാരണം ഒരാൾ ഒന്ന് കാല് തട്ടി കഴിഞ്ഞാൽ പടപടേത് വീഴും. അങ്ങനെ ദേ ഡോൺ വന്നു. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ മഴയും കാര്യങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നമില്ലാത്തൊരു അന്തരീക്ഷം കേട്ടോ. അപ്പോൾ ഡോൺ വരുന്നതിന് മുമ്പായിട്ട് ചായ ഞങ്ങൾ കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ അവനുള്ളത് മാറ്റി വയ്ക്കും. എന്നിട്ട് വല്ല സ്നാക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കും. അപ്പോൾ വന്ന വഴിക്ക് ആദ്യം കിച്ചണിൽ കയറി അത് കഴിച്ചിട്ടാണ് മൂപ്പര് മുകളിലേക്ക് പോവുക കുളിക്കാനൊക്കെ ആയിട്ടിട്ടാ. പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി പരിപാടി. അപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കോലുമിഠായി. ലോലിപോപ്പ് വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക്. വെറുതെ ഒന്ന് കിട്ടിയാൽ മതി, അത് കൂടുതൽ തിന്നാനൊന്നുമല്ല. അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അവർക്കൊരു സന്തോഷം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എന്നും അത് കൊണ്ടുവന്ന് ശീലിക്കയക്കുമോ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കൊണ്ടുവന്നിട്ട് ഒരു ദിവസം കൊണ്ടുവരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വല്ല മഴയത്ത് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്കത് ദേഷ്യവും സങ്കടമൊക്കെ ആവും. അപ്പോൾ ഞാൻ പറയും എപ്പോഴെങ്കിലുമൊക്കെ, കാരണം വീട്ടിലെല്ലതും നിങ്ങൾക്കറിയാം, കോലുമിഠായി എല്ലാ തരം സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ വാങ്ങി വയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയും അങ്ങനെ ചെയ്യായിക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് വെച്ച ചെമ്മീൻ കറി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു 5 സ്റ്റാർ എടുത്ത് കഴിച്ചു കേട്ടോ. ഇതും ഇവിടെ മിനി ഞാൻ പറഞ്ഞില്ലേ വന്നിരുന്നു എന്ന്, അവർ വരുന്നപ്പോൾ ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് തല ചുറ്റണുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ വേഗം പ്രഷർ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചെടുത്തപ്പോൾ എന്നാൽ പിന്നെ എല്ലാവരും പ്രഷർ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിമ്പിളിനെ ഏത് കാലത്ത് നോക്കുമ്പോഴും ലോ പ്രഷറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു ഡോക്ടറെ കാണും, എപ്പോഴും തല ചുറ്റാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്യൂസ് പോവും. ഞാൻ പറയും 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ തളർന്നു, പിന്നെ കുഴഞ്ഞു, അങ്ങനെയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, ആ സമയത്ത് നോക്കുമ്പോൾ പ്രഷറും ലോ ആണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, BP വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യമൊക്കെ അതേ നാളെ പോകും ഡോക്ടറെ അടുത്തേക്കെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ് ഇത്രയ്ക്കായി ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഡിവൈൻ എപ്പോഴും മറ്റേ സ്റ്റേബിളായിട്ടാണ് കാണുക, ഭയങ്കര ഇതിലാണ് കാണുക. എനിക്കിന്ന് ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അത് രാത്രി ഗുളിക കഴിക്കുന്നതോട് കൂടിയിട്ട് അത് ഓക്കെ ആയി. ഡാഡിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പ്രഷറും കാര്യങ്ങളൊന്നുമില്ല, ഡോണിനായാലും ഇല്ല. എനിക്കും ഡിമ്പിളിനാണ്, എനിക്കൊന്ന് കൂടും ഡിമ്പിളിനൊന്ന് കുറയും. ഇതാണ് നമ്മുടെ പ്രഷറിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ കൂടുതലാകുമ്പോൾ പിന്നെ ഞാൻ അത് കുറഞ്ഞിട്ടാണ് കാണണമെന്ന് വെച്ചാൽ പിന്നെ ഞാൻ മെഡിസിൻ കഴിക്കാണ്ട് നോക്കൂട്ടോ. കാരണം വീണ്ടും ഒന്ന് കുറയണ്ടെന്ന് വിചാരിച്ചിട്ട്. ഡിമ്പിളിനെ സംബന്ധിച്ച് ഞാൻ പറയും, ലോ പ്രഷർ ആയതുകൊണ്ട് ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം അച്ചാർ കൂട്ടിയിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുക, അതൊന്നും മൂപ്പര് കഴിക്കില്ല. മൂപ്പർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂപ്പരുടേതായ 2-3 തരം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേ കഴിക്കുള്ളൂ. ഫ്രൂട്ട്സ് ആയാലും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഡിവൈൻ എപ്പോഴും പറയും, താനൊന്ന് തൻ്റെ ബോഡി ശ്രദ്ധിച്ചോളൂ. കാരണം ഞങ്ങളൊന്നിച്ച് പുറത്ത് പോകുമ്പോഴാണ് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കാണാം ആകെ വിയർത്ത് വയ്യാണ്ട ഉള്ള ഒരവസ്ഥയിൽ. അപ്പം ഞങ്ങൾ 2 പേരും മാറി മാറി പറഞ്ഞിട്ടുണ്ട്. അതിനെ മോൻ്റെ കാര്യം കഴിച്ചിട്ടുള്ള കാര്യങ്ങളുള്ളൂ ഡിമ്പിളിനെ സംബന്ധിച്ച്. അവളെ എന്ത് കാര്യങ്ങളും അവൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയും കുറച്ചൊക്കെ വിട്ടു. അപ്പോൾ അവരെന്നെ വഴക്ക് പറയുമ്പോൾ ഞാൻ പറയും, ഞാനും ഇതുപോലെ തന്നെയാണ്, നിങ്ങളുടെ കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചാൽ എല്ലാ അമ്മമാരും അങ്ങനെ. ഇപ്പം നിങ്ങൾ കാണുന്ന അമ്മമാരായ ഉള്ളവരിൽ ഒരു 80% അമ്മമാരും അങ്ങനെ തന്നെയാണ്. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ മക്കൾ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മമാരുടെ കാര്യങ്ങൾ അപ്പന്മാരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ്. അങ്ങനെ എല്ലാവരും പ്രഷർ നോക്കി, ഡാഡിയും നോക്കി. അപ്പോഴാണ് ചാക്കോച്ചനും നോക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ ചാക്കോച്ചനും നോക്കണത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇതിനെതിരായിട്ടുള്ള വല്ലതാണെങ്കിൽ അത് പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എടുത്തിട്ടില്ല. മൂപ്പരും കൈ ഇങ്ങനെ ഒപ്പം വെച്ച് തരും, അത് പാച്ചും കൂടി വരും കേട്ടോ. തോമു പിന്നെ അങ്ങനത്തേനൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ അവൻ്റെ പ്രഷറും കൂടിയൊക്കെ നോക്കി. അപ്പോൾ ഡാഡിക്ക് നോർമലാണ്, ഒരു കൂടുതലും ഇല്ല കുറവും ഇല്ല, അങ്ങനെയാണ്. ഡിവൈനും അതെ ഡാഡിയും അത് അങ്ങനെയാണ് കേട്ടോ.
അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആ തല ചുറ്റിയത്. അപ്പോൾ അപ്പോഴാണ് അപ്പം തന്നെ നോക്കിയത്. അപ്പോൾ വളരെ കുറച്ച് കൂടുതൽ അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വട്ടമിട്ട് കുറേ നേരം ഇനി ഇവിടെ ഇരുന്നിട്ടുള്ള വർത്താനവും കളിയും ചിരിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിള്ളേർസിനെയും കൊണ്ട് മുകളിലേക്ക് പോവുക. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിവൈൻ്റെ മുകളിലേക്ക് കയറായി പിള്ളേരായിട്ട്. അപ്പോൾ ഡിംപിള് അപ്പുറത്ത് കൂടെ ജനലയുടെ അവിടെ വന്നിട്ട് പേടിപ്പിക്കുകയാണ് കേട്ടോ. സ്വതവേ ഉള്ളതാണ് പേടിപ്പിക്കലും കളിക്കലും. ഇവർ 3 പേരും കുട്ടികളും ഡിംപിളും കൂടി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തൊന്നുമില്ല, കളിയോട് കളിയാണ്. അപ്പോൾ ചാക്കോന് പേടിയൊന്നും ആയില്ല. ചാക്കോ നോക്കണം ഇതെന്താണ് ഈ അത്ഭുതം എന്നുള്ളത്. തോമു അങ്ങനെയല്ല, പെട്ടെന്ന് പേടിയാവട്ടെ. തോമുന് ഭയങ്കരമായിട്ട് പേടിയാവുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ആ ജനലേര അവിടെ നിന്ന് ജനലേമ തട്ടി പേടിപ്പിക്കലാണ് ഇവളുടെ മെയിൻ പണി കേട്ടോ. അപ്പോൾ തോമാന്ന് വെച്ചാൽ ഓർക്കാപ്പുറത്ത് പേടിച്ചിട്ട് അവിടെ ഇങ്ങനെ പെടയുകയും ചെയ്യും. കണ്ടോ, ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പോൾ അപ്പോൾ ഡിവൈൻ വഴക്ക് പറയും, ഞാൻ ആരോമലിച്ച് വെച്ചിട്ടുള്ള ചെടിയാണ്, നിങ്ങൾ കളിച്ചിട്ട് അതെങ്ങാനും വീണ് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറയും. ഒരു കാര്യമില്ല, ആ സമയത്ത് ഡിംപിളാണ് ചാക്കോനേക്കാളും ചെറുതായിട്ട് നിൽക്കുക. അങ്ങനെ പിന്നെ കുട്ടികളുടെ സന്തോഷമല്ലേ, നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കുഞ്ഞു കുട്ടികളുടെ പോലെ കളിക്കാൻ പറ്റാതെ നമ്മുടെ മനസ്സിലൊന്നും ഇല്ലാണ്ട് എന്താ പറയുക, മനസ്സ് തുറന്ന് ചിരിക്കാനും കളിക്കാനും പറ്റുക, അതൊരു ഭാഗ്യമെന്ന് പറയും ഞാൻ കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഡിംപിളിനോട് ഞാൻ പറഞ്ഞു ഡിംപിൾ കൊച്ചിനെ കുളിപ്പിക്കാൻ കൊണ്ടൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് കുട്ടികൾ പോയത്. പിന്നെ പട്ടിയുടെ കാര്യം ഞാൻ പറയാറില്ലേ, ഞാൻ മാത്രമാണ് നോക്കുക. അപ്പോൾ അവർക്കുള്ള ഇറച്ചിയൊക്കെ വേവിച്ച് അത് പാത്രത്തിലാക്കി അവർക്ക് കൊടുത്തത് പരിപാടികളൊക്കെ ഒരുവിധം പുറത്തത്തെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും വലിയ ശല്യമില്ല, വലിയ ബഹളമുള്ള മഴയല്ല. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഇതിൽ വെള്ളം ആക്കിയിട്ടുണ്ട്. പിന്നെ തിളപ്പിച്ച് കുപ്പിയിലാക്കി വെച്ചേക്കാം വെള്ളം, കാരണം ഈ ടാപ്പ് തുറന്നിട്ട് ഫുൾ വെള്ളം കളയലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞങ്ങളത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി നാളെ തൊട്ട് ഇടയിലുള്ള വാതിലൊന്ന് അടച്ചിടാമെന്ന് വിചാരിച്ചിട്ട്, അവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കിച്ചണിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കിടന്നുറങ്ങുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നും അതെ, വലിയ വൈകലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 11:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഇവരിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തോടെ ഞാൻ പറയും, ഡോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ കഴിക്കുക, അല്ലെങ്കിൽ ഡോണിനെ വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ കഴിച്ചിട്ട് കുട്ടികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ആയല്ലോ എന്ന്. അങ്ങനെ ഞാൻ നാളേക്കുള്ള കുറച്ച് പാക്കിങ്ങാണ്. ഇതൊക്കെ ഡിസ്കൗണ്ടിൽ ഇട്ടിട്ടുള്ള ജിമിക്കികളാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഓരോ പീസും കൂടി ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ ജിമിക്കിയാണ്, കുട്ടികൾക്ക് ഇതെന്നല്ല, ഒരു 10ാം ക്ലാസ് വരെയൊക്കെയുള്ള വലിയവർക്കായാലും ഇടാം. കുട്ടിയാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമ്മളുടെ ലോക്കറ്റുകൾ, നാഗപടം ഫുള്ളുണ്ട്. പിന്നെ പാലയ്ക്ക, അപ്പോൾ അതുണ്ട്. ചെറിയ ലോക്കറ്റും വലിയ ലോക്കറ്റും പല തരത്തിലുള്ളതുണ്ട്, പല വലിപ്പത്തിൽ പല കളറിലുള്ള സംഭവമുണ്ട് കേട്ടോ. അതുകൂടാണ്ട് ഈ മാല ഭയങ്കരമായിട്ട് എന്താ പറയുക ഡിമാൻഡുള്ളൊരു മാലയാണ്. കണ്ടോ, 3 in 1 പോലെ 3 ലെയറാണ്. അതിൻ്റെ കമ്മലും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഈ സൂഫിയുടെ തന്നെ വളയുണ്ട്, വേണമെങ്കിൽ മോതിരമുണ്ട്. അപ്പോൾ സെറ്റാക്കി ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. ഭയങ്കര ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ. കല്യാണത്തിന് മാത്രമല്ല, ഇടയ്ക്ക് എന്തിനെങ്കിലുമൊക്കെ ഫങ്ഷൻ അല്ലെങ്കിൽ തന്നെ വലിയ ഹെവി സംഭവമല്ല, കാണുന്ന പോലെയല്ല, അത്ര വലിയ ഹെവി അല്ല കേട്ടോ. അതുപോലെ ഇത് താമരമാല ഭയങ്കര ഡിമാൻഡുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടമാനം ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഈ താമരമാല, ഈ ഇൻവിസിബിൾ മാല, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക്. അപ്പോൾ അവർ അതിൻ്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാമത് വന്ന് ഉള്ള പരിപാടികളാണ്. അങ്ങനെ നമ്മളുടെ ഈ മാലയാണ്. മുകളിലൊരു വീതിയുള്ള മാല ഇട്ടിട്ട് താഴെ ഇതിടുമ്പോൾ 2 in 1 എന്ന് പറയില്ലേ, അതിന് ഉപയോഗിക്കുന്ന മാലയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ചെറിയൊരു നെക്ലസ് മുകളിലിട്ടിട്ട് അതിൻ്റെ താഴെ ഇതിട്ട് കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ 2ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, ഒറ്റയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതിന് പറ്റിയ നെക്ലസ്സാണിത്. ഇത് നമ്മുടെ മാറ്റ് ഫിനിഷിലുള്ള വളയാണ്. ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. കറക്റ്റ് ഗോൾഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതുപോലത്തെ കളറാണ്, മാറ്റ് ഫിനിഷിൻ്റെ കളറാണ്. റൂബി ജെയ്ഡായിട്ടുള്ള സ്റ്റോണാണ്, റൂബി ഗ്രീനായിട്ടുള്ള സ്റ്റോണാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട്, പിന്നെ എൻ്റെ പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ, വോയിസ് ഓവർ കൊടുക്കലാന്നുള്ളത്, അതിന് വേണ്ടി ഇരുന്നതാണ്. ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നാളെ വീട് വെഞ്ചരിക്കാൻ വേണ്ടി അച്ഛന്മാർ വരുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങൾ ഞാൻ പറയാറില്ലേ, എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അപ്പം നമ്മളത് ഒരുങ്ങണം. പ്രത്യേകിച്ച് വീട് വെഞ്ചരിക്കാൻ വരുമ്പോൾ എല്ലാ മുക്കുമൂലയും ക്ലീൻ ചെയ്തിടണം എന്നാണ് നമ്മൾ കുഞ്ഞിലെ തൊട്ട് കാരണന്മാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നാളെ അതിലേക്കുള്ള ഒരു പുറപ്പാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.
എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഓർണമെൻറ്റ്സ് വേണം എന്നുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ബൈ.